പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്നീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പരിശോധിക്കാം. അപ്പൊ ഇതിന്റെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 706/2025 ആണ്. നെയിം ഓഫ് ദ ഫേം കേരള വാട്ടർ അതോറിറ്റി എന്നാണ്. നമ്മുടെ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നാണ്. നമ്മുടെ സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 53,900 തൊട്ട് 1,11,100 ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നോക്കിയേ, 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ബിടെക് മെക്കാനിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, സിവിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതോടൊപ്പം തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന തീയതി 4/2/2026 ആണ്. ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. ഇനി ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നത് 2022 അന്നത്തെ കാറ്റഗറി നമ്പർ 137/2022 ആയിരുന്നു. പരീക്ഷ നടന്നത് 29/12/2022 അപ്ലൈ ചെയ്തവർ എണ്ണം നോക്കിയേ, 50,398 പേരാണ്. OMR പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തവർ എണ്ണമോ 40,181 പേരാണ്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 16/9/2023 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 212 ആയിരുന്നു. കട്ട് ഓഫ് മാർക്ക് നോക്കിയേ, 47.33 ആയിരുന്നു. OMR പരീക്ഷയ്ക്ക് ലഭിച്ച മാക്സിമം മാർക്ക് 69.33 ആയിരുന്നു. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 ആയിരുന്നു. നമ്മുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്ന എന്നാണ് 15/9/2026 ഇതുവരെ 166 പേർക്കാണ് നിയമനം ലഭിച്ചത്. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 23/10/2025 അപ്പൊ നമ്മുടെ റാങ്ക് ലിസ്റ്റ് 15/9/2026 തീരും. അപ്പൊ പരീക്ഷ എത്രയും പെട്ടെന്ന് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് സെലക്ഷൻ സ്റ്റേജ് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം 100 മാർക്കിന്റെ OMR പരീക്ഷ ഉണ്ടാകും. ആ പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. അതിനുശേഷം 20 മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ടാകും. അങ്ങനെ OMR പരീക്ഷയുടെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്കും ചേർത്തിട്ടാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ സിലബസിന്റെ ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം 25 മാർക്കിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത 25 മാർക്കിന് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ദെൻ കെമിക്കൽ എഞ്ചിനീയറിംഗിന് 25 മാർക്ക് ഉണ്ടാകും. ബാക്കി 25 മാർക്ക് ജോബ് റിലേറ്റഡ് ടോപ്പിക് ആണ്. അപ്പൊ അതിനകത്ത് 15 മാർക്ക് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിനും 10 മാർക്ക് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിനുമാണ്. അങ്ങനെ 100 മാർക്കിനാണ് OMR പരീക്ഷ നടക്കുന്നത്. അപ്പൊ സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന ഒരു മികച്ച അവസരമാണ് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ. അപ്പൊ ഇതിന് സിലബസ് വലിയൊരു സിലബസ് ആണ്. പരീക്ഷ എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി പഠിച്ചാലേ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ ടെക്നീസിയുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. ഫുൾ നോട്ട്സ് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാകും. പരീക്ഷ വരെയും കോച്ചിങ് ഉണ്ടായിരിക്കും. പരീക്ഷ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ചെറിയൊരു ഫീസ് അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നമുക്ക് തയ്യാറെടുക്കാം. ഏവർക്കും വിജയാശംസകൾ. താങ്ക് യു.